ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണ്. എള്ളൊക്കെ വെച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങളെൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. ഇതിനായിട്ട് ഞാനൊരു 250 ഗ്രാം എള്ള് എടുത്തിട്ടുണ്ട്. ഇതിൽ കല്ലൊക്കെ കാണും, അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ശേഷം ഇതിൽ വെള്ളമൊഴിച്ച് നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകി ഞാനിതാ ഒരു അരിപ്പയിൽ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ വെള്ളം തോരട്ടെ. വെള്ളം തോർന്നതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ ഈ എള്ള് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. എള്ളിൽ നല്ല കാൽസ്യം അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഇത് കഴിച്ചു നോക്കണം. എല്ലിൻ്റെ ഉറപ്പിനും പിന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അടുപ്പിൽ വെച്ച് നല്ല ചൂടോടെ തന്നെ വറുത്തെടുക്കണം. പിന്നെ ഇത് പൊട്ടി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇത് നല്ല വറവായി വരുമ്പോഴാണ് ഇത് പൊട്ടി വരുന്നത്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് കടല വറുത്തെടുക്കാം. ഞാനൊരു 200 ഗ്രാം കടല തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വറുത്ത കടല കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഒരു 10-15 ബദാം ചേർത്താൽ മതി. ഇതൊന്ന് ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2 ഏലക്ക, നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ ചെറിയ കഷ്ണം ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ആയി വരട്ടെ. ഇതായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി മാറ്റി കൊടുക്കാം. ഈ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കാനായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുകി വരട്ടെ. നമുക്കിത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. എള്ള് പൊടിച്ചെടുത്തതാണിത്. ഇനി കടലയും ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ബദാമും കടലയും ചെറിയ ജീരകമൊക്കെ ഉലുവയൊക്കെ. ഇനി തേങ്ങ വറുത്തതും കൂടെ പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഉരുക്കാനായി വെച്ച ആ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടാറിയിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ കടലയുടെയും എള്ളിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ. ഇനി ഇത് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ശർക്കര പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. ഇതിങ്ങനെ ചേർത്താലും ഒരു മയം കിട്ടും. കൂടുതൽ നാൾ വെച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ ഇതിൽ ശർക്കര പൊടി ചേർത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതെല്ലാം എല്ലായിടത്തും ഒന്ന് എത്തിപ്പെടട്ടെ. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. മഴക്കാലത്ത് കർക്കിടകത്തിലോ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാട്ടോ ഇത്. ഇതെല്ലാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ.